മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആട്ടോ എന്ന് പറയുന്നത്. ഔദക്കുട്ടി അലീനയോട് വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചില്ല എങ്കിലും പതിയെ പതിയെ അലീന ഔദക്കുട്ടിയുടെ മനസ്സിൽ കീഴടക്കുന്നുണ്ട്. സ്നേഹം കൊണ്ട് ആ വീട്ടിലുള്ളവരുടെ മനം കീഴടക്കുന്ന സമയത്ത് ഔദക്കുട്ടിക്കും അലീനയെ കാണാതിരിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ പുനലൂർ കൊട്ടാരമറ്റത്തിൽ ഔദക്കുട്ടി അവസാനം കുളത്തൂപ്പുഴയിൽ ലാലിച്ചിൻ്റെ കൂടെ താമസിക്കാൻ വരികയാണ്. അലീന വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും വരാൻ പോകുന്നു. ഔദക്കുട്ടി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്രാവശ്യത്തെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ മക്കളോടൊത്ത് അലീനയോടൊപ്പം കൊട്ടാരമറ്റത്ത് വീട്ടിൽ ആഘോഷിക്കണമെന്ന്. തൻ്റെ കണ്ണടയുന്നതിന് മുന്നേ തനിക്കത് എങ്ങനെയെങ്കിലും നടത്തണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു ഔദക്കുട്ടിയുടെ മുന്നിൽ. അലീന ഈ കാര്യങ്ങളൊന്നും അറിയുന്നതേയില്ല. അലീന പപ്പയോട് പറയുന്നുണ്ട്, പപ്പ എനിക്കൊരാഗ്രഹമുണ്ട്, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, പപ്പ എനിക്ക് സാധിച്ചു തരുമോ? എന്താ മോളെ, എന്താ നീ പറയ്, പപ്പയ്ക്ക് പറ്റുന്നതാണെങ്കിൽ പപ്പ സാധിച്ചു തരും. ആദ്യം നിൻ്റെ ആവശ്യം എന്താണെന്നറിയട്ടെ. പപ്പ എനിക്കിങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ എൻ്റെ മനസ്സിൽ ഒതുങ്ങിക്കൂടുന്ന കുഞ്ഞാഗ്രഹങ്ങളേ ഉള്ളൂ പപ്പ, അത് മാത്രം മതി. എന്താ മോളെ നീ കാര്യം പറയേ വളച്ചൊടിക്കാതെ. പപ്പ ഇപ്രാവശ്യത്തെ പെസഹ വ്യാഴം എനിക്കാണെങ്കിൽ ഓർഫണേജിൽ ആഘോഷിക്കണമെന്നുണ്ട് പപ്പ, അവിടെ കുറച്ച് സഹായങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതിനെന്താ മോളെ, നടത്താലോ. ഇപ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യാം, എന്താ പോരെ? എന്താ പപ്പ ഇത്, ഞാൻ ഇപ്പോൾ നടത്തുന്ന കാര്യമല്ലേ പറഞ്ഞത്, പപ്പ ഇനി അടുത്ത വർഷത്തെ കാര്യമാണോ പറയുന്നത്? പപ്പയ്ക്ക് പറ്റുമെങ്കിൽ പറയേ. അയ്യോ എൻ്റെ മോളെ, നീ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട. നീ പറഞ്ഞതുപോലെ പെസഹ വ്യാഴത്തിന് നമുക്ക് ഓർഫണേജിൽ പോയി അവിടെ കുറച്ച് സഹായം ചെയ്യാം, എന്താ സന്തോഷമായില്ലേ? അല്ല പപ്പ, ഞാൻ 22 വർഷങ്ങൾ അനാഥയെ പോലെ അവിടെയാണ് കഴിഞ്ഞത്. എൻ്റെ വീടും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉള്ളവരായിരുന്നു, എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ. അപ്പോൾ എനിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് പപ്പ. മോളെ ആ കാര്യങ്ങളൊന്നും ഇനി പപ്പയെ ഓർമ്മിപ്പിക്കരുത്, അതൊക്കെ മറന്നു കളഞ്ഞേക്കണം നീ. അല്ല പപ്പ, ഞാൻ അങ്ങനെ പപ്പയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു, എന്നെ അവിടെ ഉള്ളവരല്ലേ വളർത്തിയത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരെ മറക്കാൻ കഴിയുമോ പപ്പ? ഇല്ല. എന്നെപ്പോലുള്ള എത്രയോ പെൺകുട്ടികൾ അവിടെ ജീവിക്കുന്നുണ്ടെന്ന് പപ്പയ്ക്ക് അറിയാവോ? പോട്ടെ, അതൊക്കെ മറന്നേക്ക്. നമുക്ക് നീ പറഞ്ഞതുപോലെ പെസഹ വാഴത്തിന് അവിടെ പോയി നിൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അവിടെ കുറേ സമയം ചിലവഴിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം, എന്താ പോരെ? എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. മതി പപ്പ, ഞാൻ ഇതൊക്കെ തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ, എനിക്ക് കൊട്ടാരമോ പണമോ ഒന്നും വേണ്ട. എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ എൻ്റെ പപ്പ കൂടെ ഉണ്ടായിരുന്നാൽ മതി, എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർ പറഞ്ഞതുപോലെ പെസഹ വ്യാഴത്തിന് ആ ഓർഫണേജിൽ പോയി അവരൊരുപാട് നേരം അവിടെ ചിലവഴിക്കുന്നുണ്ട്. അവിടെ ആ സഹായങ്ങൾ ചെയ്യാൻ പറ്റിയതിനേക്കാളും സന്തോഷമാണ് സ്റ്റാൻലി ജോസഫ് അവളുടെ കൂടെ വന്ന് അവളുടെ പപ്പ എന്നുള്ള സ്ഥാനത്ത് നിൽക്കുന്നതിൽ. അങ്ങനെ അലീനയ്ക്ക് വളരെ സന്തോഷമാവുകയാണ്. അങ്ങനെ അവിടെ ഒരുപാട് സമയം നിന്ന് സന്ധ്യയാവുന്ന സമയത്ത് സ്റ്റാൻലിക്കാണെങ്കിൽ എന്തോ വല്ലായിക പോലെയൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, പപ്പ എന്തു പറ്റി, സുഖമില്ലാത്തതുപോലെ? ഒന്നുമില്ല മോളെ, എന്തോ ചെറിയൊരു ക്ഷീണം, ഇത്രയും ദൂരം യാത്ര ചെയ്തത് കൊണ്ടായിരിക്കും. ശരി പപ്പ, നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് സ്റ്റാൻലിയെയും കൂട്ടി അവിടെ നിന്നും അവൾ കുളത്തൂപ്പുഴയിലേക്ക് വരുന്നുണ്ട്. പപ്പ ചെന്ന് റെസ്റ്റ് എടുക്ക്, നാളെ കാണാൻ കേട്ടോ എന്ന് പറഞ്ഞ് അലീന റൂമിലേക്ക് പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ഔദക്കുട്ടിയുടെ അടുത്ത് ചായ കൊണ്ട് ചെല്ലുന്ന സമയത്ത് അലീന ചോദിക്കുകയാണ്, എന്താ അപ്പച്ച മുഖത്ത് ചെറിയൊരു കടുപ്പമുണ്ടല്ലോ, എന്ത് പറ്റി അപ്പച്ച? അപ്പച്ചൻ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇന്നലെ നമ്മളവിടെ ഓർഫണേജിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചതാണ്, അപ്പച്ചന് എന്തോ ഒരു ദേഷ്യം പോലെ. അപ്പച്ചനെ കൊണ്ടുപോകാത്തതിൻ്റെ സങ്കടമാണോ അപ്പച്ച എന്ന് പറയുമ്പോൾ ഔദക്കുട്ടി പറയുന്നുണ്ട്, എനിക്കതൊന്നുമല്ല, എൻ്റെ മനസ്സിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്, നിനക്കത് സാധിച്ചു തരാൻ കഴിയുമോ? അപ്പച്ചൻ കാര്യം എന്താണെന്ന് പറയ്, എന്നാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. എൻ്റെ അപ്പച്ചൻ അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കാതെ കാര്യം പറയപ്പച്ച. എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതവൻ നടത്തി തരില്ല എന്ന് എനിക്കറിയാം. ഇനി എൻ്റെ മരണശേഷമായിരിക്കും അവൻ ഇനി അത് നടത്തി തരാൻ പോകുന്നത്. നോക്കിക്കോ, ഞാനീ പറഞ്ഞിട്ട് അവൻ കേൾക്കാത്ത കാര്യങ്ങളെല്ലാം ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ആലോചിച്ച് അവൻ സങ്കടപ്പെടും. അന്ന് അപ്പച്ചന് ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്ന് ആലോചിച്ചിട്ട്. എൻ്റെ അപ്പച്ചൻ എന്താന്ന് പറയ്, ഞാനില്ലേ ഇവിടെ, ഈ അലീന ഇല്ലേ? അപ്പച്ചൻ ഇങ്ങനെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയാതെ എന്താന്ന് പറയ്, അപ്പോൾ അലീന സംസാരിച്ച് ആ കാര്യം നടത്തിത്തരാം. അങ്ങനെ ഔദക്കുട്ടി അലീനയോട് പറയുന്നുണ്ട്, മോളെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വർഷത്തെ ഈസ്റ്ററെങ്കിൽ നമ്മൾ പുനലൂർ വീട്ടിൽ കൊട്ടാരമറ്റത്തിൽ വീട്ടിൽ വെച്ചിട്ട് എല്ലാ മക്കളും കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് ആഘോഷിക്കണമെന്ന്. വയസ്സാം കാലത്ത് ഈ കിളവൻ്റെ ആഗ്രഹമാണേ, അതൊക്കെ ഇനി ആര് നോക്കാനാ? ലാലിച്ചനോട് പറഞ്ഞിട്ട് അവൻ മൈൻഡേ ചെയ്യുന്നില്ല. അവനാണെങ്കിൽ അങ്ങോട്ട് വരുന്നതിൽ വലിയ താല്പര്യമൊന്നും ഇല്ല മോളെ.
ഞാൻ പറയുമ്പോൾ അവൻ പറയുന്നത് അപ്പച്ചന് പൊയ്ക്കൂടെ, ഇനി അടുത്ത വർഷം ആവട്ടെ, ഈ വർഷം എനിക്ക് സമയമില്ല. ഇങ്ങനെയൊക്കെയാ മോളെ, മനുഷ്യൻ്റെ കാര്യമല്ലേ, ഇരുന്ന ഇരിപ്പിന് ഞാൻ അങ്ങ് മരിച്ചു പോയാൽ അവൻ എന്ത് ചെയ്യും? ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവന് സങ്കടമാവില്ലേ? അയ്യോ, അപ്പച്ചനന്ന് പറഞ്ഞതാണ്, അവിടെ അന്ന് കൊണ്ടുപോകേണ്ടതായിരുന്നു, ഈസ്റ്റർ എല്ലാവരും ചേർന്ന് ആഘോഷിക്കേണ്ടതായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് അവന് കരയേണ്ടി വരില്ലേ? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അവൻ ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്ന കേട്ടോ. ഞാനിനി ഒന്നും പറയുന്നില്ല മോളെ, എന്താണോ എൻ്റെ വിധി അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഔദക്കുട്ടി ദേഷ്യത്തോടു കൂടി അങ്ങ് കയറി പോവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അലീന ലാലിച്ചൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, പപ്പ ഞാനൊരു കാര്യം പറഞ്ഞാൽ പപ്പ നടത്തിത്തരുമോ? എന്താടി ഇനിയുണ്ടോ കാര്യങ്ങൾ? ഇപ്പോഴല്ലേ അവിടെ നിന്ന് വന്നത്? അയ്യോ, എൻ്റെ ആഗ്രഹമല്ല പപ്പ, അപ്പച്ചൻ്റെ കാര്യമാണ്. ആ, എന്താ അപ്പച്ചന്? എന്താ പപ്പ ഇത്? അപ്പച്ചൻ എത്ര നാളായിട്ട് പപ്പയോട് പറയുന്നു ഈസ്റ്റർ എല്ലാവരും ചേർന്ന് നമ്മളെ പുനലൂർ കൊട്ടാരമറ്റത്ത് വീട്ടിൽ വെച്ച് ആഘോഷിക്കണമെന്ന്. അപ്പച്ചൻ്റെ ഒരു ആഗ്രഹമല്ലേ, വയസ്സായിരിക്കുന്നതല്ലേ പപ്പ, എന്തെല്ലാം ആഗ്രഹങ്ങൾ കാണും. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. ഇതിനിപ്പോൾ എന്താ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഒരുപാട് പണത്തിൻ്റെ ചിലവുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താ, അപ്പച്ചൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും കൂടെ ചേർത്ത് ഈ വർഷത്തെ ഈസ്റ്റർ നമ്മളെ കുടുംബത്തിൽ വെച്ച് ആഘോഷിക്കണമെന്നല്ലേ. ഞാനും വന്നിട്ട് ആദ്യത്തെ ഈസ്റ്റർ അല്ലേ പപ്പ, എനിക്കും ആഗ്രഹം കാണില്ലേ എല്ലാവരോടും ചേർന്ന് ഈസ്റ്ററൊക്കെ ആഘോഷിക്കണമെന്ന്. അങ്ങനെ അലീനയുടെ നിർബന്ധപ്രകാരം അവസാനം ലാലിച്ചൻ സമ്മതിക്കുന്നുണ്ട്. ആ ശരി എന്ന്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വളരെ സന്തോഷമാവാണ്. അവൾ അവിടെ നിന്ന് ഓടിച്ചാടി തുള്ളി ചെന്നിട്ട് അപ്പച്ചനോട് പറയുന്നുണ്ട്, ആ അപ്പച്ച എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോളണം, ഞാനിവിടെ ഒരു വിളംബരം ചെയ്യാൻ പോവുകയാണേ. കൊട്ടാരമറ്റത്ത് ഔദക്കുട്ടിയുടെ മകൻ ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫ് ഒരു വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ വർഷത്തെ ഈസ്റ്റർ കൊട്ടാരമറ്റത്ത് വീട്ടിൽ മക്കളും കൊച്ചുമക്കളുമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച വിവരം ഇവിടെ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഔദക്കുട്ടിക്ക് വലിയ സന്തോഷമാവാണ്. ആണോ മോളെ, അവൻ സമ്മതിച്ചോ? ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നതായിരുന്നു, അവസാനം നീ സമ്മതിപ്പിച്ചെടുത്തല്ലേ, മിടുക്കി എന്ന് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല, അപ്പച്ചൻ ഇങ്ങനെ പപ്പയോട് പറഞ്ഞത് പപ്പയുടെ മനസ്സിലുണ്ടായിരുന്നു. പപ്പയ്ക്കിങ്ങനെ ഫസ്റ്റ് സമ്മതിച്ച് തരാൻ ഒരു മടി, പട്ടാളക്കാരനല്ലേ. പിന്നെ ഞാനും കൂടെ ചെന്ന് പറഞ്ഞപ്പോൾ പപ്പ സമ്മതിച്ചു, അത്ര തന്നെ. നമുക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാം, എല്ലാവരും കൂടെ ചേർന്ന് ഈ വർഷത്തെ ഈസ്റ്റർ. ഓ, എനിക്ക് ആലോചിക്കാൻ വയ്യ, എത്ര നാളായി ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട്. എനിക്കാണെങ്കിൽ ഇത്രയും കാലം അങ്ങനെയുള്ള സൗഭാഗ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വെച്ചിട്ട് അച്ഛൻ്റെ കൂടെയും കൃഷ്ണമോളും ബബിതയും രോഹിത്തുമായിട്ടൊക്കെ പല ആഘോഷങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ള ഒത്തുകൂടലല്ലേ. ഓ, എനിക്ക് സന്തോഷമായി. അപ്പച്ചാ, പോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണേ എന്ന് പറഞ്ഞ് അലീന റൂമിലേക്ക് പോവുകയാണ്. അവൾക്കും ഇങ്ങനെ വലിയ സന്തോഷമാവുകയാണ് എല്ലാവരോടത്തും ചേർന്ന് ഈസ്റ്ററൊക്കെ ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളതിൽ. അങ്ങനെ അവർ പിറ്റേന്ന് രാവിലെ തന്നെ പുനലൂർ കൊട്ടാരമറ്റത്തെ വീട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അലീന ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ വച്ച് റോബർട്ടിൻ്റെയും ആൻസിയുടെയും മക്കളായ ദിയയും ജോണും ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആൻറ്റി വന്നല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് രണ്ടുപേരും. ആൻസി ദൂരെ ഇരുന്ന് റോബർട്ടിനോട് പറയുന്നുണ്ട്, നോക്കിക്കേ അവർക്ക് എത്ര സന്തോഷമായെന്ന്. കുറച്ച് നാളല്ലേ ആയുള്ളൂ അലീന ഇങ്ങോട്ട് വന്നിട്ട്. അതും രണ്ട് പ്രാവശ്യമാണ് ദിയയും ജോണിനെയും അലീന നേരിട്ട് കണ്ടത്. എന്നിട്ട് അവരുടെ സന്തോഷം നോക്കി, പാവം, അവളെ കാണുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് റോബർട്ടും തല കുലുക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും അവൾ വീട്ടിനകത്തേക്ക് കയറി എല്ലാവരോടും സുഖവിവരം ചോദിക്കുകയാണ്. റോബർട്ടിനോടും ആൻസിയോടും ഒക്കെ സുഖവിവരം അന്വേഷിച്ചതിന് ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, ആൻസി ആൻറ്റി, റാണി ആൻറ്റി എവിടെ പോയി, കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ ആൻസി റാണിയുടെ റൂമിലേക്ക് അലീനയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഒന്ന് ശ്രദ്ധിക്കണേ, അവൾ എപ്പോഴാണ് വയലൻ്റ് ആവുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും എടുത്തടിക്കും, അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചുകൊണ്ടേ മോളെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ആൻറ്റി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് റാണിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. റാണി അപ്പോൾ അവളുടെ കയ്യിലിരുന്ന പണ്ടത്തെ കോളേജിലെ ആൽബം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അലീനയെ കാണുന്ന സമയത്ത് അവൾ പെട്ടെന്ന് അങ്ങ് മറച്ച് പിടിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ എന്നെ കണ്ടപ്പോൾ മറച്ചു പിടിച്ചത്? ഒന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് റാണി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, എന്താ ആൻറ്റി, എനിക്ക് ആൻറ്റിയെ കാണാൻ വരണമെന്ന് തോന്നിയത് കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്, അതിനെന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ആൻറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലേ, നീ അന്ന് എൻ്റെ മോളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ കള്ളി, ഇപ്പം നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്?
ആൻറ്റി, മോളെ നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് കണ്ടുപിടിക്കാന്നേ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആദ്യം ഒന്നും മിണ്ടാതെ ഷെറിൻ ഇങ്ങനെ ഇരുന്നെങ്കിലും പെട്ടെന്ന് അവളുടെ കയ്യിലിരുന്ന ആൽബം എടുത്ത് അലീനയുടെ തലയ്ക്കൊരടി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ കിട്ടിയ സമയത്ത് അവളിങ്ങനെ വല്ലാതെ ഞെട്ടി തരിച്ചു നോക്കുകയാണ്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഷെറിൻ അവളുടെ തലയിൽ ആ ഒരു ആൽബം എടുത്ത് അടിക്കുമ്പോൾ അവളുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ മോളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, എൻ്റെ മോളെവിടെ, എൻ്റെ മോളെവിടെ, എൻ്റെ മോളെ കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും അലീന പറയുന്നുണ്ട്, കൊണ്ടുവരാന്നേ, മോളെ നമുക്ക് കണ്ടുപിടിക്കാം, ആൻറ്റി വിഷമിക്കണ്ട, മോള് എവിടെ ഉണ്ടെങ്കിലും ഈ അലീന കണ്ടുപിടിച്ചു കൊണ്ടുവരും കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരും, ആൽബർട്ടും റോബർട്ടും ഔസേപ്പച്ചനും എല്ലാവരും ചേർന്ന് ഈസ്റ്റർ അങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. ചിക്കനും മട്ടനും മറ്റു വിഭവങ്ങളും എല്ലാം ഉണ്ടാക്കി കുടുംബക്കാരോടൊത്ത് കൊച്ചുമക്കളോടൊത്ത് ഔസേപ്പച്ചനും സന്തോഷത്തോടു കൂടി ആ ഈസ്റ്റർ ആഘോഷിക്കുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, അപ്പച്ച സന്തോഷമായില്ലേ? എല്ലാ മക്കളും കൊച്ചുമക്കളും ഒത്തുകൂടി ഈസ്റ്റർ ആഘോഷിക്കണമെന്നായിരുന്നില്ലേ അപ്പച്ചൻ്റെ ആഗ്രഹം? എന്താ അത് നടന്നില്ലേ? സന്തോഷമായോ അപ്പച്ച എന്ന് പറയുമ്പോൾ ഔതുക്കുട്ടി പറയുന്നുണ്ട്, സന്തോഷമായി മോളെ, സന്തോഷമായി. അങ്ങനെ ഈസ്റ്ററിൻ്റെ അന്ന് രാത്രി മദ്യക്കുപ്പികൾ നിരത്തി വെച്ച് ഔതുക്കുട്ടിയും ലാലിച്ചനും ആൽബർട്ടും റോബർട്ടും ഒക്കെ ചേർന്ന് ആ ഈസ്റ്റർ അടിച്ചു പൊളിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ലാലിച്ചൻ പറയുന്നുണ്ട്, മോളെ വീട്ടിൽ പോകണ്ടേ, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അലീനയ്ക്ക് സങ്കടമാവുന്നുണ്ട്. എല്ലാവരും ഒക്കെ ചേർന്ന് ഒരാഴ്ച നിൽക്കണമെന്ന് അവളെ കരുതിയതാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ പപ്പ, ഒരാഴ്ച നമുക്കിവിടെ നിന്നിട്ട് പോവാം. സ്റ്റാൻലി ജോസഫിന് അവിടെ നിൽക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല മോളെ. ഒരാഴ്ച നിൽക്കുമ്പോൾ അവർക്കുള്ള സ്നേഹം കുറയും, വല്ലപ്പോഴും വന്ന് കാണുമ്പോൾ അവരുടെ സ്നേഹം കൂടും. നമുക്ക് മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ ഒരു ദിവസം വരാം, അല്ലാതെ ഒരാഴ്ചയൊന്നും സ്ഥിരം നിൽക്കാൻ എന്നെ നീ ക്ഷണിക്കുകയും വേണ്ട, ഞാൻ നിൽക്കുകയില്ല. എന്താ പപ്പ, എനിക്കാണെങ്കിൽ അവിടെ ആരും കൂട്ടില്ല, ഞാനും കുറേ നായ്ക്കളും മാത്രമുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവിടെ ആൻ്റണിയൊക്കെ ഇല്ലേ, പിന്നെ കാർ ഡ്രൈവറില്ലേ, പിന്നെ എന്താ പപ്പ ഇത്? എനിക്കാരെങ്കിലും കൂട്ടുവേണ്ടേ സംസാരിച്ചിരിക്കാൻ? അതിന് ഞാനില്ലേ മോളെ നിനക്ക്? നിൻ്റെ എന്താവശ്യങ്ങളും നടത്തി തരുന്ന പപ്പയില്ലേ? എന്താ പപ്പ ഇത്? അങ്ങനെയാണോ പപ്പ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് കൂട്ടായിട്ട് എൻ്റെ പ്രായത്തിലുള്ളത് ആരെങ്കിലും വേണ്ടേ പപ്പ? ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാവുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നതേ പപ്പ. എന്താ നീ വിചാരിക്കുന്നത്? പപ്പ വേറെ ഒന്നും എതിർത്ത് പറയരുതേ, എനിക്ക് ഷെറിൻ ആൻറ്റിയെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. ഞാൻ വിളിച്ചോട്ടെ? വേണ്ട വേണ്ട, നീ എന്താ കരുതിയിരിക്കുന്നത് മോളെ? ഷെറിനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനോ? അവൾ ഒരു മാനസിക രോഗിയാണ്. അവൾക്ക് സമനില തെറ്റിയിരിക്കുന്ന സമയത്തെ അവൾ എന്തൊക്കെ വിളിച്ച് പറയുമെന്ന് അറിയില്ല. അതുപോയിട്ട് എനിക്കങ്ങനെയുള്ളവരെ നോക്കി ശീലവും ഇല്ല. എന്താ പപ്പ ഇത്? പപ്പയ്ക്ക് നോക്കി ശീലമില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ സ്വന്തം സഹോദരിയല്ലേ കളയാൻ പറ്റുമോ? ആര് കളഞ്ഞെന്നാ നീ പറയുന്നത്? അവൾക്ക് ഇവിടെ ഉള്ളവർ അവളെ നോക്കില്ലേ? ഇവിടെ കിട്ടുന്ന പോലൊരു പരിചരണമൊന്നും അവിടെ കിട്ടണമെന്നില്ല. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? പപ്പ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് അങ്ങനെയുള്ളവരെ നോക്കി ശീലമുണ്ട് പപ്പ. എന്താ പപ്പ, സമ്മതിക്ക് പപ്പ. ഇല്ല അലീന, നീ എന്തൊക്കെ പറഞ്ഞാലും അതിന് സമ്മതിക്കാൻ കഴിയില്ല. അവൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അവൾ തന്നെ വരുത്തി വെച്ചതല്ലേ ഇതെല്ലാം. എന്താ പപ്പ, മാനസിക രോഗം ആരെങ്കിലും വരുത്തി വെക്കുന്നതാണോ? ഇത് അത്രയും സങ്കടം മനസ്സിലുള്ളത് കൊണ്ടല്ലേ? പപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാണോ എന്താ പറ്റിയെന്ന് ഷെറിൻ ആൻറ്റിക്ക്? അവൾക്ക് എന്താ പറ്റിയത്? അവളെ കയ്യിലിരിപ്പുകൊണ്ട് അവൾക്ക് സംഭവിച്ചു. ഒരാളെ പ്രണയിക്കുന്നത് തെറ്റാണോ പപ്പ? പപ്പ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? എനിക്കറിയാം കാര്യങ്ങൾ. ഷെറിൻ ആൻറ്റിക്ക് എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന ഒരു സുഹൃത്തുമായി പ്രണയമുണ്ടായി. അതിലൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ഓർഫണേജിൽ എവിടെയോ ഉപേക്ഷിച്ചു. അതിനുശേഷം ഷെറിൻ ആൻറ്റിയെ മറ്റൊരാളുമായിട്ട് വിവാഹം കഴിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ അയാൾ ഉപേക്ഷിച്ചു. അപ്പോൾ ഷെറിൻ ആൻറ്റിക്ക് ഇപ്പോൾ ഭർത്താവുമില്ല, കുട്ടിയുമില്ല. ഇത് കേൾക്കുമ്പോൾ ലാലിച്ച് ഞെട്ടലോടുകൂടി അലീനയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ പപ്പ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ലാലിച്ച് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, തനിക്ക് പോലും ഇത്രയധികം അറിയാത്ത കാര്യങ്ങൾ അലീന ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ ലാലിച്ചൻ ചോദിക്കുകയാണ്, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു മോളെ? എനിക്ക് പോലും ഇത്രയും കാര്യങ്ങൾ അറിയില്ലായിരുന്നല്ലോ, നീ ഇതെങ്ങനെ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. പപ്പ അതൊക്കെ എനിക്കറിയാം, ഞാൻ ഷെറിൻ ആൻറ്റിയെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ പപ്പ? എനിക്ക് തോന്നുന്നത് ഷെറിൻ ആൻറ്റിയെ ഈ റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് മരുന്ന് കൊടുത്ത് ശുശ്രൂഷിക്കുന്നത് കൊണ്ടാണ് ആൻറ്റിക്കിപ്പോൾ സുഖമാവാത്തത്. നമ്മൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ മറ്റാരും ഇല്ലല്ലോ പപ്പ. ഞാൻ എന്നോടൊപ്പം നിർത്തി ഷെറിൻ ആൻറ്റിയെ പഴയ ഷെറിൻ ആൻറ്റി ആക്കി മാറ്റും. പ്ലീസ് പപ്പ,
അലീന, നീ പറയുന്നത് പോലെ ഒന്നും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അത്. അവൾക്ക് സമയാസമയം മരുന്ന് കൊടുക്കണം, അവളുടെ രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ശുശ്രൂഷകൾ നൽകണം. അതൊക്കെ നിനക്കറിയാമോ? നീ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? എന്താ പാപ്പ, അതൊക്കെ ഇനി പഠിക്കാനുണ്ടോ? കറക്റ്റ് സമയത്തിന് മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ ആൻസി ആൻറ്റിയോട് ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം പാപ്പ. എനിക്കിതൊന്നും തലയിടാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യ, എനിക്ക് അവളുടെ കാര്യം നോക്കാൻ വയ്യ എന്ന് പറയുന്ന സമയത്ത് അലീന ചോദിക്കുകയാണ്, സ്വന്തം സഹോദരൻ തന്നെയാണോ ഇങ്ങനെ പറയുന്നത്? ഒരനുജത്തി ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ സ്വന്തം സഹോദരൻ ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? പപ്പയുടെ ബാക്കി സഹോദരങ്ങൾ ഷെറിനാനിയെ നോക്കുന്നതാ പപ്പ കാണുന്നില്ലേ? പപ്പയ്ക്ക് ഒരു ചുമതല എടുത്ത് തലയിൽ വെക്കാൻ വയ്യാന്ന് എന്ന് പറയുമ്പോൾ ഒരു ഉത്തരവും ഇല്ലാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ് ലാലിച്ച്. പപ്പയ്ക്കുണ്ടായ അവസ്ഥ പപ്പയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, അന്ന് എന്നെ നഷ്ടപ്പെട്ട അവസ്ഥ ഓർമ്മയുണ്ടല്ലോ. ആ ഒരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഷെറിൻ ആൻറ്റിയും കടന്നു പോകുന്നത്. ഈ ഒരു അനുഭവമുള്ള പപ്പ തന്നെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയില്ല എന്താ എൻ്റെ പപ്പ ഇങ്ങനെ ആയി പോയെന്ന്. അപ്പോൾ ലാലിച്ചന് തിരിച്ചു ഒരു ഉത്തരവും ഇല്ല. ലാലിച്ചൻ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, നോക്കാം, നീ സമാധാനപ്പെടുകയെന്ന്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്കൊരു ആശ്വാസമാവുന്നുണ്ട്. തൻ്റെ പപ്പ നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തിത്തരും എന്നാണ്. അങ്ങനെ ലാലിച്ചൻ അവസാനം സഹോദരങ്ങളോട് സംസാരിക്കാനായിട്ട് അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ റോബർട്ടെ, എടാ ആൽബർട്ടെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ഏട്ടാ? എടാ, ഞാൻ പോകുമ്പോൾ ഷെറിനെ കൂടെ കൊണ്ടുപോവാം. അപ്പോൾ അവർ പറയുകയാണ്, അയ്യോ വേണ്ട വേണ്ട, ചേട്ടനത് ചെയ്ത് പരിചയമൊന്നുമില്ല. അവൾ ചില സമയത്ത് അങ്ങ് വയലൻ്റ് ആവും. ഇവിടെ ആൻസിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവളെ നോക്കുന്നത്. അതുകൊണ്ടേ ചേട്ടൻ ഇതൊന്നും എടുത്ത് തലയിൽ വെക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, എന്താടാ, അവൾ എൻ്റെ കൂടെ സഹോദരിയല്ലേ? ഇത്രയും കാലം നിങ്ങളല്ലേ നോക്കിയത്? ആ ബുദ്ധിമുട്ടിനി ഞാനും കൂടെ അറിയട്ടെ. വേണ്ട ഏട്ടാ, വേണ്ട വേണ്ട, അവൾ ഇവിടെ കിടന്നോട്ടെ. ഇവിടെ ആകുമ്പോൾ ഒരു റൂമിനകത്ത് അവൾ അടച്ചിരുന്നോളും. അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അത് ഏട്ടന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അവിടെ ആകുമ്പോൾ അവിടെ ജോലിക്കാരൊക്കെ ഉള്ളതല്ലേ, അവരൊക്കെ ഇതൊക്കെ അറിയും. അവരറിഞ്ഞു കഴിഞ്ഞാലേ ഈ നാട് മുഴുവൻ പാട്ടാവും എന്താ അവൾക്ക് സംഭവിച്ചതെന്ന്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം. ഞാനല്ലെങ്കിൽ അലീന നോക്കിക്കോളാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏട്ടാ, എന്നാലും അത് വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം റോബർട്ട് ആൻസിയോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആൻസി, ഏട്ടൻ പറയുന്നത് അവളെ കൂടി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാന്ന. ആരെ? ഷെറിനെ അലീന നോക്കിക്കോളാം, കുളത്തൂപ്പുഴയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസി പറയുന്നുണ്ട്, കൊണ്ടുപോട്ടെ. ഇത്രയും കാലം നമ്മൾ നോക്കിയില്ലേ, അയാൾ ഒറ്റയ്ക്ക് സുഖമായിട്ട് ജീവിച്ചില്ലേ? ഇനി കുറച്ച് നാൾ അയാളും കൂടെ അറിയട്ടെ ആ കഷ്ടപ്പാട് എന്താണെന്ന്. ആ കുറച്ച് ദിവസം നോക്കുമ്പോൾ തിരിച്ചു കൊണ്ടാക്കിക്കോളും, നിങ്ങൾ നോക്കിക്കോ. എടി, എന്നാലും നീ എന്താ ഈ പറയുന്നത്? അവളുടെ കാര്യങ്ങളെല്ലാം ലാലിച്ചിന് അറിയില്ലേ? ഇതുവരെ അവളുടെ കാര്യങ്ങൾ എന്താണെന്ന് ലാലിച്ചിന് കറക്റ്റായിട്ട് അറിയില്ല. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതറിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നാമതൊരു പട്ടാളക്കാരനാ, അയാളുടെ ദേഷ്യമാണെങ്കിലോ അങ്ങേ അറ്റമാണ്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, അതൊന്നും സംഭവിക്കൂല. കൊണ്ടുപോയി നോക്കട്ടേന്നേ. ഷെറിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം ഔസേപ്പച്ചനും അറിയുമ്പോൾ ഔസേപ്പച്ചനും തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, എടി വത്സമ്മേ, ലാലിച്ചൻ ഇപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? അത് ഷെറിനെ അങ്ങോട്ടേക്ക് കുളത്തുപുഴയിലേക്ക് ലാലിച്ചൻ കൊണ്ടുപോകുന്നു എന്ന്. കൊണ്ടുപോട്ടെ, അലീന കൂടെ ഉള്ളതല്ലേ. അലീന നല്ല കുട്ടിയാ, അവളെ നോക്കിക്കോളും ഷെറിനെ. എനിക്ക് തോന്നുന്നത് ഷെറിൻ അവിടെ ചെന്ന് അവളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ഷെറിൻ്റെ അസുഖമൊക്കെ മാറുമെന്നാ. എടി, എന്നാലും നീ എന്താ പറയുന്നത്? അവളുടെ കാര്യങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് ലാലിച്ചിന് അറിയില്ല. അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ലാലിച്ച് ഇനി നമ്മളോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ലാന്നേ, അവൾ നോക്കിക്കോളും അലീന. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അലീനയുടെ കൂടെ ഷെറിനെയും കൂടെ കുളത്തൂപ്പുഴയിലേക്ക് വിടാമെന്നാണോ? അത് തന്നെ, അവൾ പോയിക്കോട്ടെ. കുറേ ദിവസമായില്ലേ അവൾ ഈ റൂമിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. അലീനയുടെ കൂടെ പോയി താമസിക്കട്ടെ. അപ്പോൾ അവളുടെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റമൊക്കെ വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത്ര നല്ല കുട്ടിയാണ് അലീന. എങ്കിൽ പിന്നെ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അലീന ഷെറിൻ്റെ റൂമിലേക്ക് ചെന്ന് വിളിക്കുന്നുണ്ട്, ആൻറ്റി. ഷെറിൻ ദേഷ്യത്തോടു കൂടി തന്നെയാണ് അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നത്. എൻ്റെ മോളെവിടെ? എൻ്റെ മോളെ കൊണ്ടുവാടി, എൻ്റെ മോളെ കൊണ്ടുവാ. നീ എൻ്റെ മോളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? എൻ്റെ മോളെവിടാ എന്ന് ചോദിക്കുമ്പോൾ അലീന സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, ആൻറ്റി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ അങ്ങ് കുളത്തൂപ്പുഴയിലേക്ക്? ഞാൻ കൊണ്ടുപോവാം ആൻറ്റിയെ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക്
വ്യക്തമായിട്ട് ആൻറ്റിയുടെ മോളെ അന്വേഷിക്കാം. ഇതിനകത്താവുമ്പോൾ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതല്ലേ ആൻറ്റി, നമുക്ക് പുറത്തിറങ്ങി അന്വേഷിക്കാനൊന്നും പറ്റൂലല്ലോ. ഇല്ല, ഞാൻ വരുന്നില്ല, എൻ്റെ മോളെ കാണിച്ചു തരാതെ ഞാൻ ഇവിടെ നിന്ന് ഒരിടത്തും വരുന്നില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്താ ആൻറ്റി പറയുന്നത്? ഇതിനകത്ത് ഇങ്ങനെ അടഞ്ഞിരുന്നാൽ ഞാൻ പറഞ്ഞില്ലേ എങ്ങനെ നമ്മുടെ മോളെ കണ്ടുപിടിക്കും? മോളെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി എല്ലാം അന്വേഷിക്കണ്ടേ? അതിന് പറ്റിയ സ്ഥലം കുളത്തൂപ്പുഴയാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് 2 പേർക്കും പുറത്തിറങ്ങി ആൻറ്റിയുടെ മോളെ പറ്റി അന്വേഷിക്കാം. എൻ്റെ മോള് ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കുമോ അലീന എന്ന് ചോദിക്കുമ്പോൾ നിറകണ്ണുകളോടുകൂടി അലീന പറയുന്നുണ്ട്, അതിനെന്താ സംശയം? ആൻറ്റിയുടെ പൊന്നു മോളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്നേ. അപ്പോൾ ഷെറിൻ പറയുന്നുണ്ട്, സത്യമാണോ? ഞാൻ വന്നാൽ എൻ്റെ മോളെ കണ്ടുപിടിച്ച് തരുമോ? നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ഉറപ്പ് കൊടുക്കുമ്പോൾ ഷെറിൻ പറയാണ്, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ സമയമായല്ലോ, നമുക്കിനി കുളിയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോരെ? വേണ്ട, ഞാൻ ഇവിടെ നിന്ന് കുളിച്ചിട്ട് വരും എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ശരി എങ്കിൽ ആൻറ്റി ചെന്ന് കുളിച്ചിട്ട് വാ, ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഷെറിൻ കുളിച്ചിറങ്ങുകയാണ്. കുളിച്ചിറങ്ങുന്ന സമയത്ത് ഷെറിന് വല്ലാതെ അങ്ങ് എന്തോ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുപോലെ അങ്ങ് നിൽക്കുന്നുണ്ട്. അലീന ചോദിക്കുകയാണ്, എന്തു പറ്റി? നേരത്തെ കണ്ട ഷെറിൻ ആൻറ്റി അല്ലല്ലോ ഇപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോൾ, എന്താ വീണ്ടും സങ്കടമായോ? സങ്കടപ്പെടേണ്ട കേട്ടോ, ഇനി അലീന കുട്ടിയുണ്ട്, അലീന ആൻറ്റിയുടെ മോളെ കണ്ടുപിടിച്ച് തരും, അപ്പോൾ ആൻറ്റിക്ക് സന്തോഷമാവും, ബാ നമുക്ക് റെഡിയായി പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഷെറിനും റെഡിയാക്കി അലീനയും ഷെറിനും ലാലിച്ചനും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഔദക്കുട്ടി ലാലിച്ചനോട് പറയുന്നുണ്ട്, മോനെ ഇത് വേണമായിരുന്നോടാ, അവളെ കൂടെ കൊണ്ടുപോകണോ? കുഴപ്പമില്ല അപ്പച്ച, ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. അലീന ഷെറിനെ നോക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അവളെ കൊണ്ടുപോവാം. എടാ, അവൾ അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഓരോന്നിരുന്നേ ചിന്തിച്ച് അവൾക്ക് ഭ്രാന്ത് കൂടുമ്പോൾ അവൾ പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പോവും, അവിടെ ഉള്ളവരൊക്കെ കേൾക്കുവേ. അതൊന്നും സാരമില്ല, അലീന നോക്കിക്കോളൂ അതൊക്കെ, അപ്പച്ച ഇറങ്ങ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും വണ്ടിയിൽ കയറുകയാണ്. അവസാനം കുളത്തൂപ്പുഴയിലെത്തുമ്പോൾ അലീന ഷെറിനോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇവിടെ എത്തിയേട്ടോ, ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ആൻറ്റി? അവൾ തല ഉലുക്കി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അലീനയുടെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഈ റൂം ഇഷ്ടപ്പെട്ടോ? ഇനി ഇവിടെ ആട്ടോ നമ്മൾ 2 പേരും നിൽക്കുന്നത്, എൻ്റെ റൂമാ, ആൻറ്റി ഇനി ഇവിടെ തന്നെ കിടന്നാൽ മതി, അപ്പോൾ എനിക്കൊരു കൂട്ടാവുമല്ലോ സംസാരിച്ചിരിക്കാൻ. ആൻറ്റി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആൻറ്റി എന്നോട് സത്യം മാത്രമേ പറയാവൂ, ഒന്നും പേടിച്ച് മറച്ചു വെക്കരുത് കേട്ടോ, എന്നാലേ നമുക്ക് മോളെ കണ്ടുപിടിക്കാൻ. ഞാൻ അവിടെ വെച്ച് ആൻറ്റിയുടെ റൂമിൽ വന്നപ്പോൾ ആൻറ്റി ഒരു ഫയൽ നോക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്താ ആൻറ്റി? അതൊന്ന് കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ അവൾ മനസ്സിനോടെയാണെങ്കിലും ആ ആൽബവും കൂടെ ഷെറിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ആൽബം എടുത്ത് അലീനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളിങ്ങനെ ഓരോ പടവും മറിച്ച് ഓരോരുത്തരുടെ വീതം കാണിച്ചു കൊടുക്കുകയാണ്. അവൾ നോക്കുമ്പോൾ അത് ഷെറിൻ്റെ കുറച്ച് കുട്ടിക്കാലത്തെ ഫോട്ടോകളും സ്കൂളിൽ കണ്ട ഫോട്ടോകളും കോളേജിൽ കാണുന്ന ഫോട്ടോകളുമാണ്. കോളേജിലെ ഫോട്ടോകൾ ഇങ്ങനെ മറിച്ച് നോക്കുന്ന സമയത്ത് അലീനയുടെ കണ്ണുകളിൽ ആ ഒരു ഞെട്ടലോടുകൂടി അവളിങ്ങനെ നോക്കുകയാണ്. ഇതാരാ ആൻറ്റി? അപ്പോൾ ഷെറിൻ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ജിജോ മോനാ. ആൻറ്റിക്ക് എങ്ങനെ അറിയാം? ജിജോ മോന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ കോളേജിൽ, എൻ്റെ മോളുടെ പപ്പയാ ജിജോ എന്ന് പറയുമ്പോൾ അലീന ആശ്ചര്യത്തോടു കൂടി എങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഷെറിൻ, ആരോടും പറയില്ലേ? ഇല്ല, ഞാൻ ആരോടും പറയില്ല, ആൻറ്റിക്ക് എന്നെ വിശ്വസിക്കാട്ടോ. എന്നിട്ട് ഷെറിൻ ഉടനെ തന്നെ ആ ആൽബം അവിടെ മടക്കി വെച്ചതിന് ശേഷം അലീനയോട് ചോദിക്കുന്നുണ്ട്, നമ്മളെന്നാ എൻ്റെ മോളെ നോക്കി പോകുന്നത്? എൻ്റെ മോളെ എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, നമുക്ക് പോവാനേ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ, 2 ദിവസം കഴിയട്ടെ, ആൻറ്റിയുടെ മോളെ അന്വേഷിച്ച് പോവാം. പക്ഷേ നമ്മൾ എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോവാം? ആൻറ്റിക്ക് എന്തെങ്കിലും കാര്യം ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറയും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മോളെ കണ്ടുപിടിക്കാമല്ലോ. ആൻറ്റി എത്ര നാളായി മോളെ കാണാതായിട്ട്? അവസാനം എപ്പോഴാണ് കണ്ടത്? അതൊക്കെ ആൻറ്റിക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ഷെറിൻ പറയുന്നുണ്ട്, 3 വർഷം. 3 വർഷമായോ മോളെ കണ്ടിട്ട്? മോളുടെ പേര് ആൻറ്റിക്ക് ഓർമ്മയുണ്ടോ? മോള് എവിടേക്കാണ് കൊണ്ടുപോയത്? ആൻറ്റി എവിടെ വെച്ച് അവസാനമായിട്ട് മോളെ കണ്ടത്? അത് വല്ലതും ഓർമ്മയുണ്ടോ? അപ്പോൾ ഷെറിൻ പറയുന്നുണ്ട്, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വെച്ചാണോ മോളെ കണ്ടത്? തിരുവനന്തപുരത്ത് എവിടെ വെച്ചാ ആൻറ്റി? അപ്പോൾ അവളിങ്ങനെ പേടിച്ച് ഭയത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പേടിക്കാതെ, ഞാൻ ഇതൊന്നും ആരോടും പറയില്ല, എന്നാലല്ലേ നമുക്ക് മോളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. തിരുവനന്തപുരത്ത് എവിടെ വെച്ചാ? ഷെറിൻ കുറച്ച് സമയം ഇങ്ങനെ തല താഴ്ത്തിയിരുന്നതിന് ശേഷം പറയുന്നുണ്ട്,
അതെനിക്ക് ഓർമ്മയില്ല. തിരുവനന്തപുരത്ത് എവിടെയോ വച്ചാ ഞാൻ എൻ്റെ മോളെ കണ്ടത്. പോട്ടെ, ആൻറ്റി സങ്കടപ്പെടാതെ. തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. എവിടെയാ വെച്ച് കണ്ടതെന്നറിയാമോ? ഓർഫണേജിലാണോ അതോ എവിടെയെങ്കിലും ഷോപ്പിൽ വെച്ചിട്ടാണോ? അത് ഒരു ഓർഫണേജ് വെച്ചിട്ടാ. ഓർഫണേജിൻ്റെ പേരെങ്കിലും ഒന്ന് അറിയാമോ ആൻറ്റി? അറിയാമെങ്കിൽ പറയ്. ഞാൻ മറന്നുപോയി. എനിക്ക് അറിയായിരുന്നു, ഞാൻ ഇപ്പോൾ മറന്നുപോയി. പോട്ടെ പോട്ടെ, സാരമില്ല. എന്നാലും ആൻറ്റി ആലോചിച്ച് നോക്കിക്കേ. എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം മോളെ. അവിടേക്ക് പോയാൽ മതിയല്ലോ, നമുക്ക് മറ്റ് സ്ഥലങ്ങളിലൊന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ടല്ലോ. അത് അത് ഓർഫണേജ് ഒരു ലിറ്റിൽ അങ്ങനെ ഒരു പേരാ. ബാക്കി എനിക്ക് ഓർമ്മയില്ല. ലിറ്റിൽ ഫ്ലവർ എന്നാണോ? അത് തന്നെ. ഉറപ്പാണല്ലോ അല്ലേ? അവിടെ തന്നെയാണോ മോളെ കണ്ടത്? അതെ. ശരി, ഇനി ആൻറ്റി സങ്കടപ്പെടണ്ട കേട്ടോ. നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം. അങ്ങനെ നമുക്ക് മോളെ കണ്ടുപിടിക്കാം. ആൻറ്റി വിഷമിക്കണ്ട കേട്ടോ. എന്നിങ്ങനെ പറയുമ്പോൾ തല കുലുക്കി ഷെറിൻ സമ്മതം മൂളുന്നുണ്ട്. സ്റ്റാലിയും ഇടയ്ക്ക് റൂമിലേക്ക് വന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഷെറിൻ മരുന്നൊക്കെ കഴിച്ചായിരുന്നോ? എന്തെങ്കിലും പറഞ്ഞോ? അവൾ വയലൻ്റ് ആയോ? ഇല്ല പപ്പ, ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ആൻറ്റിയുടെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാന്ന്. പപ്പ പേടിക്കണ്ട. അല്ല മോളെ, അപ്പച്ചനും കൂടെ പറഞ്ഞതേ ഉള്ളൂ, അവൾ വയലൻ്റ് ആയി കഴിഞ്ഞാൽ 2 പേര് പിടിച്ചാൽ പോലും നിൽക്കൂല, അവൾ എന്തെങ്കിലും ദേഹോപദ്രവം ചെയ്യുമെന്ന്. മോളൊന്ന് ശ്രദ്ധിച്ചോളണേ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. പപ്പ ചെന്ന് കിടന്ന് ഉറങ്ങിക്കോ. ശരി, ഗുഡ് നൈറ്റ് മോളെ, നാളെ കാണാം എന്ന് പറഞ്ഞ് സ്റ്റാൻലി ജോസഫ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ ഷെറിൻ ഒരു സൈഡിൽ കിടക്കുകയാണ്. അലീന ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഷെറിൻ ആൻറ്റിയുടെ മോള് ആ ഓർഫണേജിൽ തന്നെ ഇപ്പോഴും ഉണ്ടായിരിക്കുമോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ കുഞ്ഞിനെ കിട്ടുമോ? ഇപ്പോൾ ആ കുഞ്ഞിനെ മറ്റാരെങ്കിലും കൊണ്ടുപോയി കാണുമോ? ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ച് അറിയാതെ മയങ്ങി പോവാണ് അലീന. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മഴതോരും മുമ്പേയുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പേയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.